ഹലോ ഫ്രണ്ട്സ്, 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ പണി പൂർത്തിയാക്കാവുന്ന 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനാണ്. 1265 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ലിവിങ് സ്പേസ്, വലിയൊരു ലിവിങ് ഏരിയ തന്നെ ഉണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ബെഡ്റൂം ലിവിങ്ങിനോട് ചേർന്നാണെങ്കിൽ ഡോറിന് ഒരു പ്രൈവസി എല്ലാം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത 2 ബെഡ്റൂം വരുന്നതും ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഇവിടെ, ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അടുത്ത ബെഡ്റൂം വരുന്നത് ഫ്രണ്ട് സൈഡിലേക്കായിട്ട്, ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുറഞ്ഞ സ്ക്വയർ ഫീറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ 3 ബെഡ്റൂമും എന്നാൽ അടുത്തടുത്തല്ലാണ്ട് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് 3 ബെഡ്റൂമും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ഒരു സ്പേസിലേക്കാണ് എത്തുന്നത്. ഈ സ്പേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടിടും. എന്തിനാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ സ്റ്റെയർ കൊടുത്ത് അപ്സ്റ്റെയർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു അയണിങ് ഏരിയ ആയിട്ട് നമ്മളിവിടെ വെക്കും. ഒരു ഡ്രൈ കോർട്ട്യാർഡും സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ വരുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസും നമ്മളൊരു ഡൈനിങ് റൂം പോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പാസേജിന് ഒന്നിനും ഇത് ബാധിക്കുന്നില്ല. ഇപ്പോൾ റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതിലൂടെ കയറിപ്പോവും. പിന്നെ കിച്ചണിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്നിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ ഡൈനിങ് അറേഞ്ച് ചെയ്തിരുന്നത്. അതിനോട് ചേർന്നാണ് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു 3 ബെഡ്റൂം ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എക്സ്റ്റീരിയർ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോർച്ച് നമ്മൾ പിന്നെ ഷീറ്റിൽ ചെയ്തിട്ട് അടിയിൽ സീലിംഗ് വർക്ക് ചെയ്യാന്നുള്ളതിലാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഒരു 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു മോഡലായിരിക്കും. എല്ലാം ഉണ്ട്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം വലിയൊരു ലിവിങ് റൂം, പിന്നെ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്, ഡൈനിങ്, കിച്ചൺ. ഇനിയിപ്പോൾ വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതുമാണ്.